അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞൊരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഒരാൾ എന്നെയും ബന്ധപ്പെട്ടിരുന്നു ഇതേ വിഷയം പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു നോമിനേഷൻ കൊടുത്ത ഉടനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒന്ന് പിന്നെ ജനാധിപത്യം അട്ടിമറിക്കാൻ നമുക്ക് താല്പര്യമില്ല. രണ്ടാമത്തത്, നിങ്ങൾ ആ സമയത്തൊരു സിറ്റുവേഷൻ നിങ്ങളൊക്കെ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എനിക്ക് ഇതില്ലെങ്കിലും നമ്മൾ ഇത്തവണ ജയിക്കാൻ പോവുകയാണ്. ഇനി ആരെന്ത് ചെയ്താലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചയക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കഴിഞ്ഞ DCC യോഗത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി. 1.5 മാസം മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്രത്തിലും ഇത്തരത്തിലൊരു വാർത്ത വന്നിരുന്നത് മാതൃഭൂമിയിലാണ് എന്ന് തോന്നുന്നു. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. എനിക്കൊറ്റൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ, ജനവിധി പൂർണ്ണമായും മാനിക്കുന്നു. പക്ഷേ നമ്മൾ ഈ കാണുന്നത് തന്നെ ആയിരുന്നോ ജനവിധി എന്ന് ജനങ്ങളടക്കം സംശയിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. നമ്മൾ ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ എന്ത് പ്രതികരിച്ചാലും അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണം പിന്നെ എന്ന രീതിയിൽ കാണണ്ട എന്ന് പറഞ്ഞാണ് ഇതുവരെ ഞങ്ങളാരും ഒന്നും മിണ്ടാതിരുന്നത്. തീർച്ചയായും ഒരു അട്ടിമറി തന്നെയാണ്. എങ്ങനെ ഏത് നിലയിലാണ് ഇത് ബന്ധപ്പെട്ടത്? എന്തൊക്കെയായിരുന്നു അവർ നൽകിയിട്ടുള്ള വാഗ്ദാനം? അതൊന്ന് മറ്റൊരാൾ മുഖാന്തരമാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളാണ് എന്നെ ബന്ധപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും എന്നെ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു മണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു, കോഴിക്കോടുള്ള നമ്മുടെ റിയാദ് മിനിസ്റ്റർ മത്സരിച്ച മണ്ഡലത്തിൻ്റെ പേരെന്ന് ബേപ്പൂർ മണ്ഡലത്തിൽ അവരിത് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചത്. പക്ഷേ നമുക്കിതിലൊന്നും വിശ്വാസവുമില്ല. അതോടൊപ്പം തന്നെ ജനവിധി അട്ടിമറിക്കാൻ നമുക്ക് താല്പര്യമില്ല. അത്തരത്തിലാണ് ഞങ്ങൾ കാര്യങ്ങളെ മുമ്പോട്ട് പോയത്. പണം ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഏത് മണ്ഡലമാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്? നിയമമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇവരുടെ വാഗ്ദാനം എന്താണ്? ഇത് ഏത് നിലയിൽ പിന്നെ തെരഞ്ഞെടുപ്പ് ഇല്ല, ഞാൻ ആദ്യം പിന്നെ അതിനെ പറ്റിയിട്ട് കേൾക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് വീണ്ടും എന്നോട് പറയുകയാണ്, അത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 14-ാം തീയതിയോടുകൂടി തന്നെ കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ ഇത് 4-ാം തീയതി കണക്ക് നോക്കിയിട്ട് അത് കറക്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി, ഇപ്പോൾ ഒരു അഡ്വാൻസ് മാത്രം മതി എന്ന രീതിയിലൊക്കെ ആയിരുന്നു അന്നത്തെ അവരുടെ ചർച്ച. മറ്റൊരു സംശയം എനിക്കിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷം 1-2 ദിവസം കൊണ്ട് ബൂത്ത് തലത്തിലുള്ള കണക്ക് കിട്ടും. അപ്പോൾ 11-ാം തീയതി പോട്ടെ, നമുക്ക് 15-ാം തീയതി വരെ സമയം കൊടുക്കാം. 15-ാം തീയതി കൊണ്ട് ബൂത്ത് ലെവലുള്ള കണക്ക് ഓരോ പാർട്ടിക്കും കിട്ടിക്കഴിഞ്ഞിരിക്കും. പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും, അതായത് പിന്നെ കാസർഗോഡ് സ്ഥിരമായി പിന്നെ UDF ജയിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ കണ്ണൂർ സിറ്റി പിന്നെ മണ്ഡലം, പിന്നെ അവിടെ ഇവരെ ഫ്ലെക്സ് നിയുക്ത MLA ഫ്ലെക്സ് വന്നത് 29-ാം തീയതിയോ 30-ാം തീയതിയോ ആണ്. 15-ാം തീയതിയോടുകൂടിയെങ്കിലും അവർക്ക് ബൂത്ത് തലത്തിലുള്ള കണക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ 30-ാം തീയതി വരെ അവർ വെയിറ്റ് ചെയ്തത്? ഇപ്പോൾ DCCയിൽ ഉന്നയിച്ച വിഷയം നമ്മൾ കേട്ടത്, ഞാൻ ഡയറക്റ്റ് കേട്ടില്ല, കേട്ടറിഞ്ഞതാണ്. അതായത് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ സമീപിച്ചു, ഇങ്ങനൊരു ഡീല് നടത്തി 44 ലക്ഷം രൂപയോളം കൊടുത്തു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ ഇവർ 29-ാം തീയതിയോ 30-ാം തീയതിയോ നിയുക്ത MLA ഫ്ലെക്സ് ഇട്ടത് എന്ന് ഞാനിപ്പോൾ പിന്നെ തീർച്ചയായും ഞാൻ സംശയിക്കുന്നുണ്ട്. അത് എൻ്റെ മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരു വോട്ടർ എന്ന നിലക്ക് ഓരോ വോട്ടർമാർക്കും ഇന്ന് ആ സംശയമുണ്ടാവും. താങ്കളുടെ ഭാഗത്തു നിന്നെങ്കിലും നിയമ നടപടിയോ അങ്ങനെ എന്തെങ്കിലും? ഇനി എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ? ഇപ്പോൾ നിലവിലെ UDF ആണ് ഇതിലെ ചർച്ച ചെയ്തതും അന്വേഷണം, അത്തരത്തിലൊരു അന്വേഷണം മതിയോ ഇതിൽ? UDF ചർച്ച ചെയ്തതുകൊണ്ടോ ഒരു അന്വേഷണം നടത്തിയതുകൊണ്ടോ മൊത്തം കേരളത്തിൽ
പിന്നെ മുമ്പേ പ്രഖ്യാപിക്കുന്ന 102ഓളം സീറ്റിൽ പിന്നെ ജയിച്ചു വരും, 12ഓളം മന്ത്രിമാർ തോക്കും, മുഖ്യമന്ത്രി 5 റൗണ്ട് പിന്നെ പിന്നിലുണ്ടാവും എന്നൊക്കെ മുമ്പേ പ്രഖ്യാപിച്ച ഒരു ടീം UDF അവർ പിന്നെ ഇതിന് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതിനപ്പുറം ജനറലായി നമ്മുടെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ആ ഒരു രീതി നമുക്ക് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ഇതിന് വ്യക്തമായ അന്വേഷണം ഉണ്ടാവണം. ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും നടത്താത്ത അന്വേഷണം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ, ഇപ്പം ഇന്നത്തെ വിഷയം മനസ്സിലാക്കി നാളെ വോട്ട് ചെയ്യാൻ പോകാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ എന്തിന് വോട്ട് ചെയ്യണം? അതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. പണ്ട് നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ക്രിക്കറ്റിൽ കോഴ വിവാദം വന്നതിന് ശേഷം ഞാൻ അന്ന് മുതൽ ക്രിക്കറ്റ് കളി നോക്കാറില്ല. കാരണം നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് അവർക്കിത് ഈ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ചിന്തിക്കുന്ന നമ്മളിങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നത് കൊണ്ടല്ലേ ഇവർക്ക് ഇതിനൊക്കെ പൈസ വാങ്ങിക്കാനും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനും പറ്റുന്നത് എന്ന നിലക്ക് ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങിയാൽ നാളെ മുതൽ ഇനി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അതാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്.